വായിച്ചും കൊണ്ട് ഉറങ്ങിയാലോ? കിടന്നും കൊണ്ട് പുസ്തകം വായിക്കാൻ പുസ്തകപ്രേമികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ആ പുസ്തകം മൂക്കിനുമേൽ വന്ന് വീഴുകയും സുഖമായ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുമ്പോൾ അല്പശല്യം തോന്നും. അപ്പോൾ കയ്യിൽ ബുക്ക് പിടിച്ചുള്ള വായനയേക്കാൾ തലയ്ക്ക് മുകളിൽ തൂക്കിയിട്ടാലോ എന്ന് തോന്നി. ആ ഐഡിയ ആണ് ഇതിന്റെ നിർമ്മാണത്തിന് കാരണം. നമുക്ക് വളരെ എളുപ്പം തിരിക്കാവുന്നതും നമ്മുടെ കണ്ണിന് നേരെ പൊസിഷൻ വളരെ വേഗം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഏതാണ്ട് നമ്മുടെ റുബിക്സ് ക്യൂബിന്റെ മൂവ്മെന്റിനേക്കാൾ കൂടുതൽ മൂവ്മെന്റ് ഇതിന് ഈസിയായി കിട്ടിയിട്ടുണ്ട്. സാമാന്യം വലിയൊരു ബുക്കിന്റെ വെയിറ്റ് ഇത് ഹോൾഡ് ചെയ്യും. ഇനി ഇതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം. ഇതിന് നമുക്ക് വളരെ ആവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളിൽ പെട്ടതാണ് ക്ലാമ്പ്. ക്ലാമ്പ് ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്ത് 2 പീസായിട്ട് എടുക്കുക. ആ 2 പീസിൽ ഇതുപോലെ 2 നെട്ടുകൾ ഫിക്സ് ചെയ്യണം. ഞാൻ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഇതുപോലെ ഫിക്സ് ചെയ്യുക. അത് വെൽഡ് ചെയ്തിട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ് ഉത്തമം. വെൽഡ് ചെയ്താലും മതി. അത് ചെയ്തിട്ടുള്ളതാണ് ഈ പോർഷൻ. ഇങ്ങനെ 2 എണ്ണം വേണം. ഇത് മറ്റേത്. ഇനി ഇതുപോലെ ഒരു 1.5 അടി നീളത്തിൽ ഒരു ത്രെഡുള്ള കമ്പി വാങ്ങിക്കുക. ഇത് നമ്മുടെ അലുമിനിയം കടകളിലൊക്കെ കിട്ടും. അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന കടകളിലൊക്കെ ഇത് കിട്ടും. ഇതിന് സൂട്ടായിട്ടുള്ള ത്രെഡും കിട്ടും. ഇത് തന്നെയാണ് ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ത്രെഡ്. ഇതിലേക്ക് ഇങ്ങനെ കടത്തി കഴിഞ്ഞാൽ അതിങ്ങനെ തിരിച്ചു വരുത്താം. പിന്നെ അടുത്തതായി നമുക്ക് വേണ്ടത് ഇങ്ങനൊരു കമ്പിയാണ്. ഈ കമ്പി റിങ്ങായിട്ടും നീളത്തിലായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. AC റെഫ്രിജറേഷൻ കടകളിൽ ഇത് പുതിയത് കിട്ടും. അല്ല അവിടെ സർവീസ് സെൻ്ററിലാണെങ്കിൽ ഇത് പഴയതും കിട്ടും. ഒരു 3 അടി നീളത്തിലിരിക്കട്ടെ. ഇതിന് ബെൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ബെൻഡ് ഞാൻ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ശരിക്കും ഈ പൈപ്പ് ഇത് പല സൈസിൽ കാണും. പക്ഷേ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് സൂട്ടായിട്ട് പോകുന്ന വിധത്തിലുള്ള പൈപ്പാണ് വാങ്ങേണ്ടത്. അതിലും കൂടുതൽ ഇതാവുകയാണെങ്കിൽ ഇതിന് പ്ലേ കൂടും. നമ്മുടെ ബുക്കൊക്കെ വയ്ക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫിക്സ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ കട്ടിലിൻ്റെ സൈഡിൽ ഇതിങ്ങനെ ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇത് വെച്ച് ഇതുപോലെ കട്ടിലിൻ്റെ സൈഡിൽ 2 എണ്ണം വരും. ഇതുപോലെയുള്ള ക്ലാമ്പ് ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡ് വരുന്നിടത്ത് നമുക്കൊരു മാഗ്നറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. മാഗ്നറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് അതിൻ്റെ വളരെ പവർഫുൾ മാഗ്നറ്റാണത്. ഈ മാഗ്നറ്റ് ഇത് കോപ്പർ പൈപ്പ് ആയതുകൊണ്ട് ഇതിന് വലിയ ആക്ഷനൊന്നുമില്ല. ഈ മാഗ്നറ്റിൻ്റെ പവർ ഒരു 5 കിലോ ഒക്കെ വളരെ ഈസി ആയിട്ട് തൂക്കും. ഞാൻ കാണിച്ചു. ഇത് നിങ്ങൾക്കറിയാലോ, നല്ല കനമുള്ളതാണ്. ഇത് ഈസി ആയിട്ട് പോകും. ഇനി ഒരു പ്ലേറ്റ്. ആ പ്ലേറ്റിൽ ഞാൻ നേരത്തെ കാണിച്ച ക്ലാമ്പിൻ്റെ ഒരു പീസ്, ഇതുപോലെയുള്ളൊരു പീസ് എടുത്തതിൽ ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ സ്റ്റൈലായിരിക്കും. ഇങ്ങനത്തെ അത് തന്നെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇതും ഒരു പ്ലാസ്റ്റിക് കടയിൽ കട്ട് പീസൊക്കെ കിട്ടും. ഡോറൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ ഇത് ഇങ്ങനെ ഒരു പീസ് കിട്ടും. ഇതാണ് ഇത് ഫോൾഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഷേപ്പാണത്.
ഇത്രയും ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഈ മാഗ്നറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലാണ് കുറച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് മാഗ്നറ്റ് ഫിക്സ് ചെയ്യുന്നത് ഇതിലേക്കാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെയുള്ള ഇത് 2 എണ്ണം നമ്മുടെ സൈക്കിൾ കടകളിലൊക്കെ കിട്ടും. ഇതൊരു ചെറിയൊരു ക്ലാമ്പാണ്, അതിനെ വെറുതെ വളച്ചു വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ക്ലാമ്പ് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ഇതിന് സൂട്ടായിട്ടുള്ള നെട്ടും ബോൾട്ടും കടയിൽ നിന്ന് വാങ്ങിക്കാൻ തന്നെ കിട്ടും. ഇത് വളയ്ക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് വേണം ഇത് വളച്ചത്. 2 എണ്ണം ഇതിന് സൂട്ടായിട്ടാണ്. ഇതിലാണ് നമ്മൾ ഈ മാഗ്നറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. മാഗ്നറ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ളത് വേണം. അത് വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഷോപ്പുകളുണ്ടല്ലോ, കമ്പ്യൂട്ടർ ഷോപ്പ് സർവീസ് സെൻ്ററുകളിലൊക്കെ CPU നന്നാക്കുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. ഇത് വല്ലതും 10-50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു മാഗ്നറ്റാണ്. പക്ഷെ നല്ല പവർഫുള്ളാണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. ഇതിൻ്റെ ഇടയിൽ കൈയൊന്നും പെട്ടുപോകരുത്. ഹാമർ കൊണ്ടുള്ള അടി കിട്ടുന്നത് പോലെ അടി കിട്ടും. ഞാൻ നേരത്തെ ആ പ്ലെയർ പൊക്കുന്നത് കണ്ടില്ലേ, പവർഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൽ കൂടി കടത്തണം. ഇതിൽ ചെറുതായിട്ട് ഇതുപോലൊരു ഹോള് ഇടണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് താഴത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ഒരു ഹോൾ ഇട്ടതുപോലെ കുറച്ചുകൂടെ കയറ്റി ഒരു ഹോൾ ഇടാം. നമുക്ക് വേണ്ടി വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ചെറിയ ഹോള് കണ്ടു കാണും. ഇതിലൊരു പിന്ന് കയറും. അപ്പോൾ ഇതിൽ ഒരു വാഷർ ഇട്ട് കൊടുത്ത് ഈ പിന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴോട്ട് വരില്ല. ഇതിൽ ആ ക്ലാമ്പിൻ്റെ പീസ് ഉറപ്പിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാഗ്നറ്റാണ്. ഇത് ഇങ്ങനെ നിർത്തും കട്ടിലിൻ്റെ സൈഡിൽ മറ്റേ ഈ ക്ലാമ്പുകളിൽ ഇത് ഉറപ്പിച്ചിട്ട് ഇത് നിർത്തും. ഇതിൽ ഇത് ഇൻസർട്ട് ചെയ്യും. ഇവിടെ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ നെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടി ഇവിടെ ഹൈറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നെറ്റിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹൈറ്റിൽ അവിടെ നിൽക്കും. അല്ല കുറേ താഴ്ത്തിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പെർമനൻറ്റ് പൊസിഷനാണ്. നമ്മുടെ കട്ടിലും നമ്മളുടെ ഹൈറ്റുമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഈ നെറ്റിന് വെച്ചിരിക്കുന്നത്. നമുക്ക് ഹൈറ്റിലിട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. പിന്നെ ഈ വെയിറ്റിൽ ഇത് താഴത്തേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാനാണ് ഈ നെറ്റ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിന് ഇതിൽ ഫിക്സ് ചെയ്യലാണ്. സൗണ്ട് കേട്ടല്ലോ, ഇത്രയും പവർഫുള്ളായിട്ടുള്ള മാഗ്നറ്റാണ് ഇത് ഞാൻ നേരത്തെ ഈ വെയിറ്റ് ഉയർത്തുന്നത് കാണിച്ചു തന്നു. ഇനി ഇതിൽ ഒരു ബുക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് 2 ക്ലിപ്പ് വെച്ച്
വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് യഥേഷ്ടം ഇങ്ങനെയോ ഏത് പോയിന്റിൽ വേണമെങ്കിലും ഇതിനെ കൊണ്ട് നിർത്താം. താഴത്തേക്കാക്കാം, സൈഡിലേക്കാക്കാം. ഇത് അല്പം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളിൽ തിരിക്കാം. കിടന്നും കൊണ്ട് തന്നെ നമുക്ക് വെറുതെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഏട് മറിക്കുന്നതിൻ്റെ സൗകര്യത്തിന് ഇവിടെ ക്ലിപ്പ് വെച്ചാൽ മാത്രം മതി. ഇനി ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത് പൊസിഷൻ ഞാൻ വീണ്ടും കാണിച്ചു. ഇത് ത്രെഡ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഏർപ്പാടാണ്. ഇത് ത്രെഡ് ഇല്ലാത്തതും വയ്ക്കാം, പക്ഷെ ത്രെഡ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൗകര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതിലും അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ചും കൂടെ വലിയ പൈപ്പ് ഇടാം. പിന്നെ ഈ ഇത് കയറ്റുമ്പോൾ ഇത് സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും താഴ്ത്തണമെന്നില്ല, ഇത് കുറച്ച് പൊക്കണമെങ്കിൽ ഇത് മേപ്പിട്ട് കൊണ്ടുവന്നാൽ മതി. മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റിലേക്ക് വെക്കാം, അത് താഴത്തേക്ക് വെക്കാം, നമ്മുടെ സൗകര്യം നടത്താം. ഇനി ഇത് നമുക്ക് ഊരി സൈഡിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുകയും ചെയ്യാം. എല്ലായ്പ്പോഴും ഇത് വെക്കണമെന്നില്ല. വേറൊരു കാര്യം, നമുക്ക് ഇത് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ തിരിച്ച് ഇതിനെ താഴത്തേക്ക് ആക്കാം. ഇനി അതിൻ്റെ മീതെ ഒരു കവർ ഇട്ട് വെക്കാം. ഇതും AC കടകളിൽ തന്നെ കിട്ടാവുന്നതാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിടക്കുന്ന നേരത്ത് നമ്മുടെ മേലൊന്നും കൊള്ളില്ല, സൗകര്യമായിട്ടിരിക്കും. നമുക്കത് ഊരി വയ്ക്കുകയും ചെയ്യാം. എനിക്ക് തന്നെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. മുൻപ് ഞാൻ പുസ്തകം വായിക്കും, പക്ഷെ ഉറങ്ങണ സമയത്ത് ഇതെൻ്റെ മൂക്കിൽ വീഴും. കണ്ണാടടക്കം ബുദ്ധിമുട്ടിലാവും. കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് താഴത്തേക്ക് വീഴും. എന്നിട്ട് കട്ടിലിൻ്റെ താഴത്തുനിന്ന് അത് പറക്കിയെടുക്കും. വീണ്ടും വായിക്കാനുള്ള ആകാംക്ഷ വരും, പക്ഷെ ഉറങ്ങുന്നതാണ് കൂടുതൽ. ഉറക്കം തന്നെ മുഖ്യം. ഇതിപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇത് ഏത് പൊസിഷനിലും വെക്കാം. അതായത് നമ്മൾ ഉറക്കം പിടിക്കുന്നതിൻ്റെ ലാസ്റ്റ് മൂമെന്റ് വரைക്കും നമുക്ക് വായിക്കാം, പക്ഷെ ഒന്നും വായിക്കാറൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ഇരിക്കുന്നു മാത്രം. ഉച്ചയായി കഴിഞ്ഞാൽ പുസ്തകം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് പേജ് മറിച്ച് വെച്ച് ക്ലിപ്പ് വെച്ച് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. വായന അങ്ങനെ നീങ്ങാറൊന്നും ഇല്ല. എങ്കിലും എനിക്ക് വളരെ തൃപ്തിയാണ്. ഉറങ്ങുമ്പോൾ ബുക്ക് തലയ്ക്ക് വേണ്ടി ശല്യം ചെയ്യില്ലല്ലോ.